നിങ്ങളെ പേര് ചോദിച്ചില്ല. കാരണം ഞാൻ നിങ്ങളിൽ അള്ളാഹുവാണ് കാണുന്നത്, അള്ളാഹുവെ കാണുന്നത്. എല്ലാവരിലും ഈശ്വരനാണ്, അള്ളാഹുവാണ്. അതെങ്ങനെ നിങ്ങൾ അള്ളാഹു ആവാം? അള്ളാഹു ഏകനല്ല, ഒരുവനാണ്. അത് എല്ലാത്തിലും അള്ളാഹുവിനെ കാണല്. എങ്ങനെ അള്ളാഹു എല്ലാവരിലും? എങ്ങനെ എല്ലാവരിലും അള്ളാഹു? നിങ്ങൾ എങ്ങനെ അള്ളാഹു ആവും? നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അള്ളാഹു ആണ്, ഞാൻ ഈശ്വരനാണ്, പ്രപഞ്ചനാണ്. നിങ്ങളെങ്ങനെ അള്ളാഹു ആവും? അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളാവാം. ഇപ്പോ നമ്മൾ ആവശ്യത്തിന് നമ്മൾ സൃഷ്ടിച്ച സോഫ സെറ്റ്, ടീപ്പോയി, അല്ലേ, ഈ വീട്, ഇതെല്ലാം സൃഷ്ടികളാണ്. എന്തുപോലെ സൃഷ്ടിയാണ് നിങ്ങളും, അല്ലേ? ജീവനുള്ള സൃഷ്ടിയല്ല, ജീവനുള്ള സൃഷ്ടിയാണ്. സസ്യങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും എല്ലാം ജീവജാലങ്ങൾ. വീട്, മരം, സോഫ സെറ്റ്, ഇതൊന്നും ജീവജാലങ്ങളല്ല, സൃഷ്ടികളല്ലേ? സൃഷ്ടികൾ സൃഷ്ടിച്ച സൃഷ്ടികളായിട്ട് സൃഷ്ടിച്ചു വെച്ച ആ സൃഷ്ടികൾക്ക് ഈ ഇത് ഉണ്ടാക്കാനുള്ള മെമ്മറി കപ്പാസിറ്റി, മെമ്മറി ബുദ്ധി അള്ളാഹു കൊടുത്തിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഫ സെറ്റിന് ഇങ്ങനെ ഒരു കാലം, ഇങ്ങനെ ഒരു കൊത്തുപണി ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹു അയാൾക്ക് അതിന്റെ ഇത് കൊടുത്തതുകൊണ്ടാണല്ലോ, ബുദ്ധി കൊടുത്തതുകൊണ്ടാണ്. കൊടുക്കണില്ലെങ്കിൽ അയാൾ പൊട്ടനല്ലേ, അന്ധനല്ലേ? ഞാൻ ചിന്തിക്കണം അങ്ങനെ. എന്റെ വാക്കിന്ന് എന്തെങ്കിലും പൊട്ടത്തരം വരുന്നുണ്ടെങ്കിലും എന്തെങ്കിലും വേണ്ടത് വരുന്നുണ്ടെങ്കിൽ പൊറുക്കണം. ഇല്ല, പൊറക്കുന്ന പ്രശ്നമില്ല. കാരണം എന്താ അറിയോ? നിങ്ങൾ ആ വിഡിത്തരം വേണ്ടാത്തരം തീർക്കണ പണിയാണ്. എന്തും പറയാം, ആർക്കും ചോദ്യം ചോദിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നല്ലേ നിങ്ങൾ പറയാ. അത് പറയണല്ലോ. അപ്പോഴല്ലേ അത് അങ്ങനെയല്ല മോനെ, അത് ഇങ്ങനെയാണെന്ന് എനിക്ക് തിരിച്ചു തരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ പൊട്ടത്തരം കൊണ്ട് കണക്കല്ലേ ചെയ്യുക. അപ്പം നമ്മളെ വിഷയം നിങ്ങൾ അള്ളാഹു ആണ് എന്നാണ് പറഞ്ഞത്. അതിനാണ് പറഞ്ഞ മരിക്കും മുമ്പേ മരിക്കാൻ. അപ്പോഴാണ് ആഖിറത്തിൽ പോകണം. നിങ്ങൾ ജീവൻ പോയതിന് ശേഷമല്ല, മരിക്കും മുമ്പേ എങ്ങനെ മരിക്കും? ഇപ്പൊ നമ്മൾ ഓരോ പീസ് പറഞ്ഞു പോകണം, വിശദീകരിക്കുന്നില്ലായിരുന്നു. മരിക്കും മുമ്പേ മരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ദുനിയാവിനോടുള്ള ചിന്തകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുള്ള് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ അള്ളാഹുവിലേക്ക് ചെന്ന് ചേർന്ന് അള്ളാഹുവായി തീരണം. പിന്നെ നിങ്ങളില്ല. എന്താണ് നമ്മളെ പേര് അറിയപ്പെടാ? എന്റെ പേര് സഫർ, യാത്ര എന്നർത്ഥം, അല്ലേ? അപ്പൊ സഫർ എന്ന് നിങ്ങളില്ലാതായി അള്ളാഹു മാത്രമായി തീരണം. ഇതാണ് വേണ്ടത്. അതെ, യാത്ര ആവണം അള്ളാഹുവിലേക്ക്. കണ്ണൂക്കാരനെ വിട്ടമാരി. പക്ഷെ നിങ്ങൾ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അവന് ഒന്നുമില്ല, അവന് അതാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് അതാണെങ്കിലും നിങ്ങൾ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ വയ്യാതാക്കാൻ പറ്റില്ല. കുട്ടികളുണ്ട്, പിന്നെ ഓരോ നോക്കണ പണി നമുക്കാവൂലേ? അപ്പൊ തൽക്കാലം നിങ്ങളെ കൊണ്ട് തന്നെ ആ പണി എടുപ്പിക്കണം, അല്ലേ? പെണ്ണുങ്ങളെയും കുട്ടികളെ നോക്കണ പണി. അപ്പൊ ആ തൽക്കാലം നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് വിടാനല്ലേ? ഓക്കെ. പക്ഷെ വേറൊന്നുണ്ട്, അവരെ ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തി കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നിങ്ങളും ആത്മീയമായിട്ട് ഉയരണം. ആ പണിയാണ് നമ്മൾ ചെയ്യുക. അതില് അവരൊരു പ്രൊട്ടക്ഷൻ നമ്മളെ കയ്യിലാവും. നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇപ്പൊ തന്നെ നിയന്ത്രണമല്ല, ഉള്ളവരിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും, എല്ലാ മുസീബത്തുകളും ഫിത്നകളും ഒക്കെ നടന്നിട്ടില്ലേ ഒരു നിയന്ത്രണം. മൂപ്പര് ശരിക്കും ശരീരത്തിലും ഈ പറഞ്ഞു നടക്കുന്ന മക്കാമിലൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ തലത്തിൽ തന്നെയാണ്, അല്ലേ? അതാണ് സംസാരിക്കുന്നത്. നിങ്ങളെ മാറ്റണം. അതാണിപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, നിങ്ങൾ ഏതിലെ കൊണ്ടേ കെട്ടോടെ കൊണ്ടേ കെട്ടുന്നു. തെങ്ങമ്മ കെട്ടോ? ഞാൻ പറഞ്ഞത്, നമ്മള് ഓരോ തരത്തിലുള്ള ആളുകൾ വരും. അവരോട് പലരും അറിവ് സംസാരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ വരാൻ പറഞ്ഞു. നിങ്ങളോട് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങളെ. കൂടുതലായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മോനെ,